ആചാര്യ നമസ്കാരം. നമ്മുടെ ഭാഗവതത്തിന് കലികാലത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരാമോ? ഈ ഭാഗവതം കലിയുഗത്തിൽ ഭാഗവതമാണ് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നാണ് പറയുന്നത്. 3 തരത്തിലാണ് ആളുകൾക്ക് പ്രശ്നങ്ങൾ. അതിനാണ് ഈ താപത്രയ വിനാശം എന്ന് പറയുക. അപ്പോൾ താപത്രയങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നേരെ ഭൗതികം, ആധ്യാത്മികം, അതേപോലെ തന്നെ മറ്റത് ഇന്ദ്രിയപരമായിട്ടുള്ള. അപ്പോൾ ആധ്യാത്മികമായ താപം, അതേപോലെ ദൈവികമായ താപം, പിന്നെ ഭൗതികമായ താപം. ഭൗതികം എന്ന് വെച്ചാൽ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ദൈവികമായ താപമാണ് ഈ ഇടിവെട്ട്, മഴ പെയ്യാതിരിക്കുക. അപ്പോൾ ഈശ്വരൻ്റെ പ്രകൃതി, ദൈവികം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രകൃതിയാണ്, ഈശ്വരനായിട്ട് ബന്ധമില്ല. ദൈവം എന്ന് വെച്ചാൽ പ്രകൃതിയാണ്. പ്രകൃതിജന്യമായിരിക്കുന്ന ആ കോപങ്ങൾ, അതാണ് ദൈവിക താപം എന്ന് പറയും. പിന്നെ ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതജാലങ്ങളെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട്. ഇപ്പോൾ പാമ്പ്, പട്ടി, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തെരുവ് നായ്ക്കളാണ്. തെരുവ് നായ്ക്കൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ ചെരുപ്പൊക്കെ കടിച്ചിട്ടുണ്ടാവും, ബഹളമാണ്. അപ്പോൾ തെരുവ് നായ്ക്കൾ, കാട്ടുപന്നികൾ ഇറങ്ങണം, കാട്ടുപോത്ത്, ഇതൊക്കെ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനകൾ. അപ്പോൾ അതൊക്കെ ജീവജാലങ്ങളെ കൊണ്ടുള്ള ദുഃഖം മനുഷ്യന് വരും കലികാലത്തിൽ. പിന്നെ ആധ്യാത്മിക താപം. ആധ്യാത്മികം വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയപരമായിട്ടുള്ള. അപ്പോൾ നമ്മുടെ വാദം, കണ്ണ് കാണാതിരിക്കുക, പിത്തം, കഫം, അത് ശരീരത്തിൻ്റെ. പിന്നെ മനുഷ്യന് വരുന്നതായിരിക്കുന്ന ക്രോധം, പരസ്പരം ഈ കൊല്ല, പിടിച്ചുപറി, ഇതൊക്കെ ആണ് ആധ്യാത്മിക താപം എന്ന് പറയും. അപ്പോൾ ഈ 3 താപങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനാണ് കലികാലത്തിൽ ഭാഗവതം നേരെ വ്യാസമഹർഷി രചിച്ചത്. അപ്പോൾ അതാണ് താപത്രയ വിനാശം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതാണ് നേരെ കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ എന്നാണ് പറയാൻ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭാഗവതം നേരെ പ്രത്യക്ഷ കൃഷ്ണൻ എന്നാണ് ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത്. സാധാരണ നമ്മൾ കൃഷ്ണനെ കാണുന്നില്ല. കൃഷ്ണൻ എവിടെയാണെന്ന് നമുക്ക് സങ്കല്പമുള്ളൂ, വിഗ്രഹത്തിൽ നമ്മൾ സങ്കല്പിക്കുള്ളൂ. പക്ഷേ ആ ഭാഗവതം കലികാലത്തിൽ കൃഷ്ണൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിന് പകരം ദ്വാപരം വരെ ഈശ്വരൻ നേരെ പ്രത്യക്ഷപ്പെടും. കലികാലത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പകരം ഭാഗവതത്തിലാണ് എന്നാണ് പറയുന്നത്. അതാണ് നേരെ ആദ്യത്തെ വാചകം. അതാണ് നേരെ ശ്രീമൽ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ സംസാരസാഗരത്തെ രക്ഷിക്കാനുള്ള പ്രത്യക്ഷ കൃഷ്ണനാണ്, എന്നെ സ്വീകരിച്ചാലും എന്നാണ് അതിൽ പറയുന്നതായിരിക്കുന്ന അർത്ഥം. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അത് പ്രത്യക്ഷ കൃഷ്ണനാണെന്നാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ പാദം ആണ് 1-ാമത്തെ സ്കന്ധം. 12 സ്കന്ധാണ്. 12 സ്കന്ധം. 1-ാമത്തെ സ്കന്ധം പാദം. പിന്നെ അങ്ങോട്ട് മേൽപോട്ട് കയറിയിട്ടാണ് നേരെ മുഖമാണ് ദശമസ്കന്ധം. അതിലാണ് കൃഷ്ണാവതാരമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ ശിരസ്സാണ്. ഏകാദശി ഉപദേശങ്ങളൊക്കെ ശിരസ്സാണ്, നമ്മുടെ ശിരസ്സിലാണ്, ബുദ്ധി അവിടെയാണ്. പിന്നെ മോക്ഷം ആണ് ശിരസ്സിൽ. അതിനാണ് നേരെ 12-ാമത്തെ പരീക്ഷത്തിന് മോക്ഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ തനിസ്വരൂപമാണ് ഭാഗവതം എന്നാണ് പറയും. അപ്പോൾ അതുകൊണ്ട് കലികാലത്തിൽ നേരെ ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലും ഒക്കെ ആരാധിക്കുന്നതിന് പകരം ഭാഗവതം ശ്രദ്ധയോടുകൂടി ഉപാസിച്ചാൽ മതി. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നാണ് കലികാലത്തിലെ ഭാഗവതത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ കലികാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കലികാലത്തിൽ എന്താണ് ജനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ജനങ്ങൾ പൊതുവെ രജോ ഗുണപ്രധാനരായിട്ട് തീരും. അപ്പോൾ മനുഷ്യന് 3 ഗുണങ്ങളാണ്: തമസ്, രജസ്, സത്വം. ജനങ്ങൾ മുഴുവൻ തന്നെ രജോ ഗുണം, തമോ ഗുണം വരും. ആ രജോ ഗുണമാണ് നമ്മൾ പരസ്പരം ദേഷ്യം വരിക, പെട്ടെന്ന് ചീത്ത പറയാൻ, അമ്മയടിക്കുക, കൊലപാതകം ചെയ്യുക, ഇതൊക്കെ തന്നെ രജോ ഗുണമാണ്. തമോ ഗുണമാണ് മദ്യപാനം, മയക്കുമരുന്ന്, ഇതൊക്കെ തമോ ഗുണമാണ്. അപ്പോൾ പൊതുവെ കലികാലത്തിൽ മനുഷ്യർ ഈ ഗുണങ്ങളിൽ താഴ്ന്നു പോകുന്ന സമയത്ത് അവരെ ഉദ്ധരിക്കാനായിട്ട് മറ്റു ഉപദേശങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല. ഭാഗവതം ശ്രവിക്കണമെന്നാണ് പറയുന്നത്. ഭാഗവതം കേൾക്കണം. ഭാഗവതം നമ്മുടെ ചെവിയിലൂടെ കേട്ട് അങ്ങനെ ഉള്ളിലൂടെ ഇറങ്ങി പുറത്തേക്ക് വരണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശുദ്ധരായിട്ട് തീരുന്നതാണ്. അപ്പോൾ അതാണ് ഭാഗവത ശ്രവണത്തിൻ്റെ കലികാലത്തുള്ള പ്രാധാന്യമായിട്ടാണ് എല്ലാ പുരാണങ്ങളും ഭാഗവതത്തിൽ തന്നെ എടുത്തു പറയാൻ കാരണം. അപ്പോൾ അത് ഭാഗവതം, അതുകൊണ്ട് എങ്ങനെയാണ് ആ ഭാഗവതം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എല്ലാ കാര്യങ്ങളും വ്യാസഭഗവാൻ നേരെ മഹാഭാരതം മുഴുവൻ എഴുതി, ഗീതയൊക്കെ എഴുതി, പിന്നെ വേദങ്ങളെ 4ആക്കി തിരിച്ചു, പിന്നെ ഉപനിഷത്തുകളൊക്കെ എഴുതി, ബ്രഹ്മസൂത്രം എഴുതിച്ചു, ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ആളുകൾക്ക് മനസ്സിലായില്ല എന്ന്. അപ്പോൾ മനസ്സിലായില്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾ വിപരീതമായിട്ട് മനസ്സിലാക്കിയതാണ്. മഹാഭാരതം മുഴുവൻ തന്നെ 1,25,000 ശ്ലോകങ്ങൾ എഴുതിയെങ്കിലും അതിൽ ഭഗവത്ഗീതയാണ് ഏറ്റവും ശ്രേഷ്ഠം, ഭഗവാന്റെ വാക്കാണ്. പക്ഷേ അത് മുഴുവൻ പറഞ്ഞു കേട്ടിട്ടും ആളുകൾ അതിൽ നിന്ന് പഠിച്ചത് നേരെ തിരിച്ചാണ് പഠിച്ചത്. നേരെ പറയുന്നതിന് പകരം നല്ല കാര്യം പഠിക്കുമ്പോൾ ചീത്ത കേട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഗീത മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ 18ാം അധ്യായം കഴിഞ്ഞിട്ടും ജനങ്ങൾ കാണാതെ പഠിച്ചതായിരിക്കുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതിനു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ യുദ്ധം ചെയ്യണം എന്നാണ് പറയാൻ. അപ്പോൾ അതാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ നേരെ രജോ ഗുണം വന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ വ്യാസന് നേരെ ദുഃഖം വന്നു എന്നാണ്. അപ്പോൾ വ്യാസന് വല്ലാത്ത ദുഃഖം വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദൻ്റെ ഉപദേശപ്രകാരം നാരദ മഹർഷി ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താ ദുഃഖിച്ചതെന്ന് വെച്ചാൽ ജനങ്ങൾ നന്നാകുന്നില്ല. അപ്പോൾ അത് മറ്റു പുരാണങ്ങളിലും പറയുന്നുണ്ട്. കാരണം എല്ലാം എഴുതിയിട്ടും വ്യാസൻ പറയണു എന്നിട്ടും മനുഷ്യൻ നന്നായില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് പത്മപുരാണത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. 2 കൈകളും ഉയർത്തിക്കൊണ്ട് സരസ്വതി നദിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നതായിരിക്കണം വ്യാസൻ പറയണു, എല്ലാം ഞാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലാകാത്തതെന്നാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു അതുകൊണ്ട് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ കീർത്തിക്കണം എന്നാണ്. ഭഗവാനെ കീർത്തിക്കാത്ത, ഭഗവാനെ സ്തുതിക്കാത്ത ഒന്നും വ്യർത്ഥമായി സഫലമായിട്ട് തീരില്ല എന്നാണ്. ഇപ്പോൾ ലക്ഷ്യപ്രാപ്തിയിൽ ഏത് കാര്യം നമ്മുടെ വാക്കായാലും എന്തായാലും ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ ഭഗവാനെ കീർത്തിക്കണം എന്നാണ്. അപ്പോൾ ഭഗവാനെ കീർത്തിക്കാത്ത ഒന്നും ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല. മഹാഭാരതത്തിൽ ഒരിടത്തും ഭഗവാനെ കീർത്തിച്ചിട്ടില്ല. ഭഗവത്ഗീത നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും മഹാഭാരതത്തിൽ ഒരു സ്ഥലത്തും ഭഗവാനെ സ്തുതിക്കുന്നില്ല എന്നാണ്. മഹാഭാരതം വായിച്ചറിയാം. എന്നാൽ നേരെ മറിച്ച് മഹാഭാരതത്തിൽ നേരെ ദുർഗയുടെ സ്തുതികളുണ്ട്. 3-4 ദുർഗാസ്തുതികളുണ്ട്. യുധിഷ്ഠിരൻ ദുർഗാദേവിയെ സ്തുതിക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും കൃഷ്ണനെ സ്തുതിക്കുന്നില്ല മഹാഭാരതത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് മഹാഭാരതം മുഴുവൻ എഴുതിയിട്ടും ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന്. അതാണ് നാടിൻ്റെ കുഴപ്പം. അതാണ് നമ്മുടെ കലികാലത്ത്. അതുകൊണ്ടെന്ന് വേണം ഭഗവാനെ സ്തുതിക്കുന്നതായിരിക്കുന്ന പുരാണം വേണം എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഭാഗവതം എഴുതാനായിട്ട് ആരംഭിച്ചത് എന്ന്. അതാണ് ഭാഗവതത്തിൻ്റെ ആ തുടക്കത്തിലുള്ളതായിരിക്കുന്ന പ്രധാന കാര്യം. അതൊന്ന്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗവതം നേരെ എഴുതുമ്പോൾ നാരദൻ പറഞ്ഞു ഭഗവാന്റെ ഓരോ യുഗത്തിലും ഭഗവാൻ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. കാരണം കൃതം, ത്രേതാ, ദ്വാപരം, കലി, അങ്ങനെ 4 യുഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗവതം എഴുതാനായിട്ട് ഇരിക്കുന്ന വ്യാസൻ ഇരിക്കുന്നത് ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിലാണ്. ദ്വാപരയുഗം തുടങ്ങിയിട്ട് കുറേ ആളായി, കൃഷ്ണനും അവസാനം, അത് കഴിഞ്ഞാൽ പിന്നെ ദ്വാപരം കഴിയാറായി. അപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെയാണ്. പിന്നെ വരുന്ന കലികാലമാണ്. അപ്പോൾ വരാൻ പോകുന്ന കലികാലം കഴിഞ്ഞു പോയതായിരിക്കുന്ന കൃതം, ത്രേത, അതേപോലെ ദ്വാപരത്തിൻ്റെ പകുതി, അവിടെ വരെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അതുവരെ ഭഗവാൻ എന്താ ചെയ്തത്, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എന്താണ്, ഭഗവാന്റേതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, ഞാനെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് നേരെ നാരദൻ പറഞ്ഞത്, അങ്ങേക്കത് സാധിക്കും, അതിനെന്ത് വേണം? അപ്പം അങ്ങ് ഒരു കാര്യം ചെയ്യണം, നേരെ സമാധിന അനുസ്മര തൽ വിജേഷ്ഠിതം. ഒറ്റ വാക്ക പറയും, ഒറ്റ വരിയാണ്, സമാധിനാനുസ്മര തൽ വിജേഷ്ഠിതം. സമാധി അവസ്ഥയിൽ നേരെ അതിനെ മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ അത് യോഗമാർഗത്തിൻ്റെ ഒരു ഭാവമാണ്. യോഗമാർഗത്തിൽ നേരെ വരുന്ന സമയത്ത് ആദ്യം തന്നെ യോഗമാർഗത്തിൽ പറയുന്ന സമയത്ത് നിന്നാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധിയാണ് 8ാമത്തെ അവസ്ഥ. അപ്പോൾ ഈ സമാധി അവസ്ഥയിലിരിക്കുമ്പോൾ നേരെ യോഗിക്ക് തൻ്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ, അപ്പോൾ ജീവൻ എന്ന് പറയാം, ആത്മാവെന്ന് പറയാം, മനസ്സെന്നും പറയാം, അതിന് നേരെ ഇങ്ങോട്ട് ഉയർത്തിയിട്ട് അങ്ങനെ കാലചക്രത്തിലേക്ക് കയറ്റിവിടും. അപ്പോൾ ജഡമായിട്ടിരിക്കും. ശങ്കരാചാര്യ പരകായ പ്രവേശം പോലെയാണ്. അപ്പോൾ ജഡമായിട്ട് ഇരുന്നിട്ട് കാലചക്രത്തിലേക്ക് മനസ്സ്, ഈ ജീവൻ നേരെ ഇങ്ങോട്ട് കയറി. അപ്പോൾ കാലചക്രത്തിലേക്ക് ചെന്നപ്പോൾ ദ്വാപരത്തിൻ്റെ അവസാന ഭാഗങ്ങൾ കണ്ടിട്ട് പിന്നെ കലി കണ്ടു. അപ്പോൾ കലിയുഗത്തിൽ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ചേഷ്ടിതങ്ങളൊക്കെ കണ്ടത് നേരെ വ്യാസൻ ഇങ്ങനെ നേരിട്ട് കണ്ടു. കാലചക്രത്തിലൂടെ കറങ്ങാണ്.
പിന്നെ കൃതത്തിലെയും ത്രേതയിലെയും ദ്വാപരത്തിൻ്റെ അവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് പിന്നെ തിരിച്ച് നേരെ ആത്മാവിനെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ വ്യാസൻ്റെ ജീവാത്മാവ് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടാണ് നേരെ വ്യാസൻ ഭാഗവതം എഴുതിയതെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഫസ്റ്റ് ഹാൻഡ് നോളജാണ്. അപ്പോൾ നേരെ മറിച്ച് മറ്റു പുരാണങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് നോളജാണ്. അപ്പോൾ വ്യാസൻ കണ്ട് നേരെ മനസ്സിലാക്കിയ അറിവ് അത് മകനെ പഠിപ്പിച്ചു, മകൻ നമുക്ക് പകർന്നു തന്നാണ്. അങ്ങനെയാണ് ഭാഗവതം കൈമാറുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജാണ്. മറ്റു പുരാണങ്ങൾക്ക് അതില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ ഭഗവാന്റെ എല്ലാ വിശേഷിതങ്ങളും ഭഗവാൻ എന്ത് ചെയ്തു, എന്ത് ചെയ്യണു എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കണ്ട് എഴുതിയതാണ്. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പ്രത്യേകത.